സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പലപ്പോഴും ആളുകൾക്കൊരു പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഐ ഡോണ്ട് നോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു വാചകമാണ്. അതുതന്നെ നമ്മൾ അവനറിയില്ല എന്ന് പറയേണ്ട സിറ്റുവേഷനിൽ ആളുകൾ മിക്കവാറും പറഞ്ഞു പോവുക ഹി ഡോണ്ട് നോ എന്നായിരിക്കാം. ഇവിടെ ഹി ഡോണ്ട് നോ എന്ന് പറയുന്നത് തെറ്റായൊരു സെൻറ്റൻസാണ്. നമ്മൾ പറയേണ്ടത് ഹി ഡസ് നോട്ട് നോ എന്നാണ്, ഓർ ഹി ഡസിൻറ്റ് നോ എന്നാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെർബ് രണ്ട് രൂപത്തിലുണ്ട്. അതിൻ്റെ സിംഗുലർ ആയിട്ട് എസ്സിൽ അവസാനിക്കുന്ന രൂപവും പ്ലൂറലായിട്ട് അതിൻ്റെ V1 രൂപം അല്ലെങ്കിൽ എസ് ഇല്ലാത്ത രൂപം. ഉദാഹരണത്തിന് ഡു എന്നുള്ളത് പ്ലൂറലാണ്, ഡസ് എന്നുള്ളത് അതിൻ്റെ സിംഗുലറാണ്, നോ എന്നുള്ളത് പ്ലൂറലാണ്, നോസ് എന്നുള്ളത് സിംഗുലർ വെർബാണ്. ഇവിടെ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല പേഴ്സണൽ പ്രൊനൗൺസും സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ട് നോക്കാം. ആദ്യം ഐ സബ്ജക്റ്റ് ആണെങ്കിൽ ഐ നോ, വി നോ, യു നോ. ഹി എന്ന് പറയുന്നത് സിംഗുലറാണ്, അപ്പോൾ ഹി നോസ്. ഷി എന്ന് പറയുന്നത് സിംഗുലറാണ്, ഷി നോസ്. ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ്, ദേ നോ. മനോജ് സിംഗുലറാണ്, മനോജ് നോസ്. മനോജ് ആൻഡ് മേരി പ്ലൂറലാണ്, മനോജ് ആൻഡ് മേരി നോ. ഇനി അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ വരും നോക്കാം. ഐ നോ, നെഗറ്റീവ് ഐ ഡോണ്ട് നോ, വി ഡോണ്ട് നോ, യു ഡോണ്ട് നോ, ഹി ഡസിൻറ്റ് നോ, ഷി ഡസിൻറ്റ് നോ, ദേ ഡോണ്ട് നോ, മനോജ് ഡസിൻറ്റ് നോ, മനോജ് ആൻഡ് മേരി ഡോണ്ട് നോ. ഇതിൻ്റെ തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ വരും? ഡു ഐ നോ, ഡു വി നോ, ഡു യു നോ, ഡസ് ഹി നോ, ഡസ് ഷീ നോ, ഡു ദേ നോ, ഡസ് മനോജ് നോ, ഡു മനോജ് ആൻഡ് മേരി നോ. ഇങ്ങനെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ വരിക. ഇനി നമുക്ക് ഈ നോ എന്നുള്ള വെർബിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും വെർബ് കൊടുത്ത് നോക്കുക. ഉദാഹരണത്തിന് ഹാവ് എന്നുള്ള വെർബ് കൊടുത്ത് നോക്കാം. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ദേ ഹാവ്, മനോജ് ഹാസ്, മനോജ് ആൻഡ് മേരി ഹാവ്. അതിൻ്റെ നെഗറ്റീവ് വരികയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ്, വി ഡോണ്ട് ഹാവ്, യു ഡോണ്ട് ഹാവ്, he doesn't have, she doesn't have, they don't have, Manoj doesn't have, Manoj and Mary don't have, I have, do we have, do you have, does he have, does she have, do they have, does Manoj have, do Manoj and Mary have. അപ്പോൾ നമ്മളത് വേറെ വേറെ വെർബുകൾ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ഫ്യൂ ഡേയ്സ് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ പിന്നീട് ഒരിക്കലും ഹി ഡോണ്ട് നോ എന്ന് പറയില്ല, പകരം ഹി ഡസിൻ നോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ഈ പറഞ്ഞതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇവിടെ ഐ യു എന്നത് പലപ്പോഴും സിംഗുലറാണ്, പക്ഷെ അതിനെപ്പോഴും പ്ലൂറൽ വെർബാണ് വരിക. ആക്ച്വലി ഐ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ സബ്ജക്റ്റ്, പക്ഷേ അവിടെ നോ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഐ ഡോണ്ട് നോ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. യുവിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. സിംഗുലർ ആയിരിക്കാം, ചിലപ്പോൾ പ്ലൂറൽ ആയിരിക്കാം. രണ്ട് കേസുകളിലും യു എപ്പോഴും എടുക്കുക പ്ലൂറൽ വെർബ് തന്നെയാണ്. യു നോസ് അല്ല, യു നോ ആണ്, ശ്രദ്ധിക്കുക. യു ഡോണ്ട് നോ ആണ്, യു ഡസിൻ നോ അല്ല, ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം പ്ലൂറൽ സിംഗുലറും വേർതിരിച്ച് തന്നെയാണ്. ഓക്കെ, ഐ ആൻഡ് യു ആർ എക്സെപ്ഷണൽ കേസസ്. ഓക്കെ, താങ്ക് യു.